ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ, എൻ സ്റ്റൈലിന്റെ നൈറ്റീസ് ആണ്. പ്രീമിയം ആയിട്ടുള്ള നൈറ്റീസും ഉണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നൈറ്റീസും ഉണ്ട് കേട്ടോ. ഒരു 680 റേറ്റിലേക്കൊക്കെയാണ് പ്രീമിയം നൈറ്റീസ് വരുന്നത്. പല റേറ്റിലേക്കുള്ളതുണ്ട്. 380, 370, 360 അങ്ങനത്തെ റേറ്റിലേക്കാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റീസ് വരുന്നത്. ഞാനിപ്പോൾ ഇട്ടേക്കുന്നതാണെങ്കിൽ 2 ടോൺ റയോൺ ഫാബ്രിക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്ക് ഒക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു പ്രീമിയം ആയിട്ട് വന്നേക്കുന്ന നൈറ്റീസാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 680 ആണ്. ഇനിയിപ്പോൾ നമ്മൾ കാണിക്കുന്ന കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നൈറ്റീസ് ആണ്. കൂടുതലും തന്നെ ഈ പറഞ്ഞ പോലത്തെ 360 റേറ്റിലേക്ക് 380 റേറ്റിലേക്കൊക്കെ വരുന്നതാണ് കേട്ടോ. എല്ലാം തന്നെ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന നൈറ്റി കട്ടിങ്ങിലേക്ക് വരുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡുകളും എല്ലാം തന്നെ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വെബ്സൈറ്റിനകത്ത് ഹോം വെയർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്കായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ മെയിൻ ഇതിൽ കയറി നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെ. ഇപ്പോൾ കുറച്ചെണ്ണമൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ബാക്കി ജസ്റ്റ് ഞാൻ ഫ്രണ്ട് പോർഷൻ മാത്രം കാണിക്കാം കേട്ടോ. എല്ലാത്തിൻ്റെയും കട്ടിങ് ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ചിലതൊക്കെ ലാർജ് സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. മെയിൻലി നമ്മൾ ഇപ്രാവശ്യം ഫോക്കസ് ചെയ്തേക്കുന്ന ലാർജ് ആൻഡ് എക്സൽ സൈസുകളിലേക്കാണ്. 2XL ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകുന്നത് തീരെ കുറവാണ്. കസ്റ്റമേഴ്സ് കൂടുതൽ എപ്പോഴും ഡിമാൻഡ് വരുന്ന ലാർജ് ആൻഡ് എക്സൽ സൈസിലേക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ലൈറ്റ് കളേഴ്സ് വേണ്ടവർക്ക് വൈറ്റ് ബേസിലേക്ക് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡിലേക്കുള്ള പ്രിന്റുകൾ വരുന്ന രീതിയിലേക്ക് ഇങ്ങനെ വരുന്നത്. ഇതൊക്കെ കൂടുതൽ ലാർജ് സൈസ് തന്നെയാണ്. ഇനിയിപ്പോൾ കലങ്കാരി പ്രിന്റ് ഇഷ്ടമുള്ളവർക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രിന്റാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കലങ്കാരി ഇങ്ങനെ വരുന്നത്. ഇതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ലാർജ് സൈസ് തന്നെയാണ്. ബാക്ക് പോർഷനിലേക്ക് ഇതുപോലെയാണ്. ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം കേട്ടോ. ഇതൊരെണ്ണം കാണിച്ചു തരാം. ഇത് മറ്റേതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് പൈപ്പിംഗ് ആയതിൽ വന്നേക്കുന്നത്. ഫ്രണ്ടിലേക്ക് ഇതുപോലെ പൈപ്പിംഗ് വരുന്നത് എക്സൽ സൈസാട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിലേക്ക് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആ പൈപ്പിങ്ങിൻ്റെ തന്നെ ഒരു മോഡലാണ് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത്. ഇതുപോലെ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലേക്കാണ്. ഇങ്ങനെ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മൾ കലങ്കാരിയുടെ കണ്ടതിൻ്റെ മെയിൻ ബോഡിയിലുണ്ടായിരുന്നതിൻ്റെ ആ ഒരു ജസ്റ്റ് പാച്ചായിട്ട് മാറി ഇതൊരു സ്ട്രൈപ്പ് പാറ്റേണിലേക്കാണ് ബാക്കി ബോഡിയിലേക്ക് വരുന്നത്. ഇതുപോലെ നല്ല രസമുള്ളൊരു റസ്റ്റും ബ്രിക്കും കൂടെ മിക്സ് ചെയ്തൊരു ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതുപോലെയാണ് ബാക്ക് പോർഷനിലേക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് സ്ട്രൈപ്പ് പാറ്റേണിലേക്ക് തന്നെ ഒരു ഡസ്റ്റി ഒരു മെറൂൺ ഷെയ്ഡിലേക്കാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു കലങ്കാരി കൈൻഡ് ഓഫ് ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്ന ഒരു പർപ്പിൾ ഷെയ്ഡിലേക്ക് പൈപ്പിങ്ങോട് കൂടിയിട്ട്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ബ്ലാക്കിനകത്തേക്കാണ് ഒരു ഓറഞ്ച് പീച്ച് ഷെയ്ഡിലേക്കുള്ള പ്രിന്റുകൾ വരുന്ന രീതിയിലേക്ക്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നതും വൈറ്റിനകത്തൊരു പർപ്പിൾ കളറിലേക്കുള്ളൊരു പ്രിന്റുകൾ വരുന്ന രീതിയിലേക്ക്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് വൈറ്റ് ആൻഡ് ഒരു ബ്ലൂ കോമ്പിനേഷനിലേക്കാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൗ ഷെയ്ഡ് അതിനകത്തേക്ക് വരുന്ന പ്രിന്റുകൾ വന്നേക്കുന്നത്. ഇങ്ങനത്തെയൊക്കെ കൈൻഡ് ഓഫ് ഷെയ്ഡുകളാണെങ്കിൽ എല്ലാവർക്കും തന്നെ വീട്ടിലിടാൻ വേണ്ടിയിട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഷെയ്ഡുകളാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഡാർക്ക് ഒരു നേവി ബ്ലൂ ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തേക്കുന്ന കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡിൽ സ്ട്രൈപ്പ് പാറ്റേണിലേക്ക്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലേക്ക് പൈപ്പിങ്ങോട് കൂടിയിട്ട്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നേവി ബ്ലൂവിനകത്തേക്ക് ഒരു പീച്ച് ഷെയ്ഡിലേക്ക്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഡാർക്ക് ഒരു നമ്മൾ ടീൽ ബ്ലൂവിനകത്തേക്ക് വൈറ്റ് കളറിലെ പ്രിന്റുകളോട് കൂടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് അജ്രക് ടൈപ്പ് ഓഫ് പ്രിന്റുകൾ കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് സ്ട്രൈപ്പ് പാറ്റേണിലേക്ക് അജ്രക്കിൻ്റെ പ്രിന്റുകൾ വരുന്നതാണ്. ഭയങ്കര ഏറ്റവും നല്ല ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് എൻ സ്റ്റൈലിൻ്റെ അജ്രക് നൈറ്റീസ്. ഇങ്ങനെയാണ് വരുന്നത്. റെഡ് ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് ബാക്ക് പോർഷനിലേക്ക് വരുന്നത്. നെക്സ്റ്റ് ഇനി അതിൻ്റെ തന്നെ ഒരുപാട് പ്രിന്റുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ആൻഡ് ബർഗണ്ടി മിക്സ് ചെയ്തേക്കുന്ന ഒരു ഷെയ്ഡിലേക്കാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നു റെഡ് ഷെയ്ഡിലേക്കാണ് സ്ട്രൈപ്പ് പ്രിന്റുകളോടുകൂടിയിട്ട്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നല്ലൊരു ബ്രൗൺ ആൻഡ് ഒരു മെറൂൺ മിക്സ് ഷെയ്ഡിലേക്ക്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂവിൻ്റെ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആട്ടോ. എല്ലാം തന്നെ നല്ല രസമുള്ള പ്രിന്റുകളാണ് ഇപ്രാവശ്യത്തെ എൻ സ്റ്റൈൽ നൈറ്റീസ് വന്നേക്കുന്നത്. ഇതൊക്കെ എക്സൽ സൈസ് ആട്ടോ വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെ സ്ട്രൈപ്പ് പാറ്റേണോട് കൂടിയിട്ട്. നെക്സ്റ്റും റെഡ് തന്നെയാണ് ഷെയ്ഡ് വരുന്നത്. നേവി ബ്ലൂ കോമ്പിനേഷനോട് കൂടിയിട്ട് ബ്രൗൺ ആൻഡ് ഒരു ബർഗണ്ടി മിക്സ് ഷെയ്ഡ്. നെക്സ്റ്റും റെഡ് തന്നെയാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഒരു നേവി ബ്ലൂ ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് മെറൂൺ പ്ലസ് ബർഗണ്ടി ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വരുന്നത് മെറൂൺ പ്ലസ് ബർഗണ്ടി തന്നെയാണ്. നേവി ബ്ലൂ ആൻഡ് ഒരു റെഡ് കോമ്പിനേഷനിലേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നൈറ്റി ആട്ടോ. നമ്മുടെ ആ ഒരു ബ്രൗണും മെറൂണും കൂടെ മിക്സ് ചെയ്തേക്കുന്ന ഒരു ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ളൊരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ്. ഒരു 6 കൈൻഡ് ഓഫ് പ്രിന്റ്. XXL ആട്ടോ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെ. അപ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രിന്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ സൈറ്റിൽ കയറി നോക്കി കഴിയുമ്പം നോക്കി ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊഡക്ട്സിനൊന്നും നമ്മൾ വാട്സാപ്പ്
ത്രൂ നമ്മൾ സെയിൽ ഉണ്ടായിരിക്കുന്നതല്ല, വെബ്സൈറ്റ് ത്രൂ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. ബിക്കോസ് നിങ്ങൾ സാധാരണ ഇപ്പോൾ നമ്മളൊരു കുർത്തിയുടെ പ്രൊഡക്റ്റ് കോഡ് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് അയച്ച് തരുന്ന പോലെ നമുക്ക് സ്റ്റാഫിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല, കാരണം അത്രയും വേരിയൻസ് ഇതിനകത്തേക്കുണ്ട്. അപ്പോൾ മാക്സിമം കസ്റ്റമേഴ്സ് എല്ലാവരും വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യും.